സാറേ, നാം മുൻകാലങ്ങളിൽ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഈ നേതാക്കൾ തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദമുണ്ടായിരുന്നു. എതിർചേരികളിലായാലും മാന്യമായി പെരുമാറും. പക്ഷെ ഇക്കാലത്ത് അങ്ങനെയല്ല. അനാവശ്യമായ വിവാദങ്ങളാണ്. എതിരാളിക്കെതിരെ എന്തും വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറഞ്ഞ പശ്ചാത്തലത്തിലാണ് നിലവിൽ നിർമ്മല സീതാരാമനെതിരെ കോടതി ഇപ്പോൾ മാനനഷ്ട കേസിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയല്ല. വളരെ സാമ്പത്തികമായ കാര്യങ്ങൾ വളരെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്ന ഒരാളാണ്. BBC-യുടെ അവതാരകയായിരുന്നു. ആ നിലവാരത്തിലായിരുന്നു അവർ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് വ്യക്തിപരമായിട്ടൊരു പരാമർശം ഇവർ നടത്തിയതായിട്ട് നമ്മളിന്ന് അറിയുന്നില്ല. എനിക്ക് സോംനാഥ് ഭാരതി പറഞ്ഞിരിക്കുന്നത്, സോംനാഥ് ഭാരതിയുടെ കേസ് ഇങ്ങനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസ് ഇങ്ങനെയാണ്. അതായത് ഭർത്താവും താനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നിർമ്മല സീതാരാമൻ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അവരുടെ നിർമ്മല സീതാരാമൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ വളരെ ബിസിനസ് ലൈക്ക് ആയിട്ടുള്ള സ്റ്റൈലിലാണ് ഒരൊറ്റ വ്യക്തി പരാമർശം ഇന്ന് വരെ അവർ നടത്തിയതായിട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ആരോപണം അവർക്കെതിരെ എങ്ങനെ വരുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. അവരുടെ സോംനാഥ് ഭാരതിയുടെ ഭാര്യയായിട്ടുള്ള ലിപിക ആണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ആ കേസിലാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ നമുക്ക് കിട്ടിയ വാർത്തകളിൽ നിന്ന് അത് വ്യക്തമല്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിട്ട് അങ്ങനെ എന്തെങ്കിലും ബൈറ്റ് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതൊരു ചാനലിലോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു ആരോപണം, വളരെ ദുർബലമായിട്ടുള്ളൊരു ആരോപണമാണ്. പ്രത്യേകിച്ചും സോമനാഥ് ഭാരതിയുടെ ഭാര്യ അവർ തമ്മിൽ തെറ്റിയിരിക്കുകയാണെന്നൊരു വാർത്ത നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മന്ത്രി പറഞ്ഞാൽ അതൊരു വലിയ വാർത്തയായിട്ടും വിവാദമായിട്ടും വന്നേനെ. അങ്ങനെയൊന്നും സംഭവിച്ചായിട്ട് നമ്മൾ അറിയുന്നില്ല. ഇവിടെ ഇപ്പോൾ കേസിൽ പറഞ്ഞിരിക്കുന്നത് സോംനാഥ് ഭാരതി തോൽക്കാൻ കാരണം ഈ മന്ത്രി ഇങ്ങനെ നടത്തിയ പ്രസ്താവനയാണ്, അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനയാണെന്നാണ് പറയുന്നത്. അപ്പോൾ തോറ്റു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും വഴി തരാൻ വേണ്ടിയിട്ട് നിർമ്മല സീതാരാമനെ പറ്റി പറഞ്ഞതായിരിക്കും. ഈ കേസ് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ ഈ ആരോപണം നടത്തിയിരിക്കുന്നത്. ആ സമയത്ത് തന്നെ ഇത് പറയേണ്ടതായിരുന്നില്ലേ? അങ്ങനെയുണ്ടെങ്കിൽ അത് പ്രഥമമാരും അങ്ങനെ വ്യക്തിപരമായ പരാമർശം നടത്തിയത് തെറ്റ് തന്നെ. ഇപ്പോൾ നിർമ്മല സീതാരാമനല്ല, ആര് പറഞ്ഞാലും, പ്രധാനമന്ത്രി പറഞ്ഞാലും അങ്ങനെ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്താൻ പാടില്ല. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നതിന് ചേരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ലതാണ്. രാഹുൽ ഗാന്ധിയൊക്കെ ധാരാളം കാര്യങ്ങൾ പറയുന്നു. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് ഒരിക്കലും ചേരുന്നതല്ല, അതിൻ്റെ അടുത്ത് പോലും നിൽക്കുന്നതല്ല. പക്ഷേ അതൊരു നല്ല മാതൃകയല്ലല്ലോ. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നല്ല മാതൃകകൾ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ. അങ്ങനെ കടുത്ത വിമർശനങ്ങളും പ്രതിപക്ഷത്തിനെതിരെ ഉയർത്താത്ത, തൻ്റെ ആ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ വന്ന അതിന് മാത്രം ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ട് ഉത്തരം പറയുന്ന ഒരാളാണ് നിർമ്മല സീതാരാമൻ. നിതിൻ ഗഡ്കരിയെ പോലെ തന്നെ അധികം അമിത രാഷ്ട്രീയത്തിലൊന്നും മുഴുകാറില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെപ്പറ്റി മോശം പറയാറില്ല. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് ഒന്നും പറയാറില്ല. വ്യക്തിപരമായ സൗഹാർദ്ദങ്ങൾ എപ്പോഴും സൂക്ഷിക്കുന്ന, എല്ലാവരുടെയും ചിരിച്ചുകൊണ്ട്. പക്ഷേ അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോൾ നിർമ്മല സീതാരാമൻ മാത്രമല്ല, എല്ലാവരും മൈക്കിന് മുന്നിൽ സമൂഹ മാധ്യമങ്ങൾ വഴിയും എതിരാളിയെ അപമാനിക്കുക, അവരുടെ കുടുംബത്തിനെതിരെ പറയുക. അതെന്താണ്, പുതിയ കാലത്തെ രാഷ്ട്രീയമാണോ? പുതിയതല്ല, പണ്ടും ഉണ്ടായിരുന്നു വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ, കാസ്റ്റിംഗ് ആസ്പെയർഷൻസ്, ചെളിവാരി എറിയുക എന്ന് പറയുന്ന പരിപാടി പണ്ടുമുണ്ട്. തരം താണ രാഷ്ട്രീയമാണതെന്ന് പറയേണ്ടിയിരിക്കും. തരം താണ രാഷ്ട്രീയം, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരുടെ രാഷ്ട്രീയമാണത്. അതിപ്പോൾ കേരളത്തിൽ നമ്മൾ അടുത്തിടെ കണ്ടല്ലോ. ഇപ്പോൾ KR മുരളീധരൻ പറഞ്ഞില്ലേ, നിലവാരമുള്ള രാഷ്ട്രീയക്കാരൻ തന്നെയാണ് അദ്ദേഹം. ഒരു അടുത്തിടെ പറഞ്ഞു, എനിക്കെതിരെ ഏതെങ്കിലും സഹകരണ സംഘത്തിൽ നിന്ന് പണം മോഷ്ടിച്ചതായിട്ട് കേസ് ഉണ്ടായിട്ടില്ല. നേരിട്ടൊരു വ്യക്തിയുടെ പേര് പറയുന്നില്ല, പക്ഷേ വളരെ വ്യക്തമാണ് ആരെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറയുന്നതെന്ന്. അദ്ദേഹത്തിനെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ച ഒരാൾക്കെതിരെയുള്ള ഒരു ആരോപണമാണത്. പത്തനംതിട്ട MP-യെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു ആരോപണമാണത്. അപ്പോൾ അങ്ങനെ ഒരേ പാർട്ടിയിൽപ്പെട്ടവർ തമ്മിൽ പോലും അങ്ങനെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് നടക്കാറുണ്ട്. അങ്ങനെയുള്ള ആരോപണങ്ങൾ നടക്കാറുണ്ട്. പിന്നെ കേരളത്തിൽ തന്നെ കണ്ടിട്ടില്ലേ, K. സുധാകരനും പിണറായി വിജയനും വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തൊരു പോരാണ് നടന്നിട്ട്. അതൊന്നും ശരിയായ രാഷ്ട്രീയമോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ അല്ല. ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. K. സുധാകരൻ ചെയ്താലും പിണറായി വിജയൻ പറഞ്ഞാലും ശരിയാണ്. വ്യക്തിപരമായ നിങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടല്ല രാഷ്ട്രീയം. നിങ്ങളുടെ നിലപാടെന്താണ്, നിങ്ങളുടെ വിമർശനം എന്താണ്, അത് വ്യക്തമായിട്ട് പറയുക. അല്ല, ഒരു വ്യക്തിയെ വിമർശിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തരംതാണ രാഷ്ട്രീയവുമാണ്.
വ്യക്തിയെ വിമർശിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും അങ്ങനെ ചെയ്യേണ്ട, ബൈഡനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആ ബൈഡനാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ക്യാൻസർ വന്നിട്ട് അവശ നിലയിൽ കിടക്കുക, അപ്പോഴും ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നതിൽ മടിക്കുന്നില്ല. അതൊക്കെ വളരെ മോശമായിട്ടുള്ള ശത്രുക്കളല്ല രാഷ്ട്രീയത്തിലുള്ളത്, വാസ്തവത്തിൽ എതിരാളികൾ മാത്രമാണ്. ജയിക്കാം തോൽക്കാം. പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള വ്യക്തിപരമായി ചെളി എറിയുന്ന അടുത്ത കാലത്തായിട്ട് അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉള്ളത്. നമുക്ക് രാഷ്ട്രീയത്തിലുള്ള ആരോപണം എന്ന് പറയുന്നത് ധ്രുവീകരണം നടത്തുന്നു, മതപരമായ ധ്രുവീകരണം നടത്തുന്നുള്ള ആരോപണം ഒഴിച്ച് വ്യക്തിപരമായിട്ടുള്ള ചെളിവാരിയെറിയലുകൾ വളരെ കുറവാണ്. പിന്നെ വേറെ ചില പരാമർശങ്ങളുണ്ട്. മല്ലികാർജുൻ ഖാർഗെയാണ് മോദിയെ രാവണൻ എന്ന് വിളിച്ചത്. അത് വ്യക്തിപരമാണ്. തെരഞ്ഞെടുപ്പിൽ നമ്മൾ അങ്ങനെ പല രീതികളും കാണുകയുണ്ടായി. പിന്നെ ഈ AAPയുടെ നേതാവ് തന്നെ കേജ്രിവാൾ തന്നെ മോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പരസ്യമായിട്ട് ചോദ്യം ചെയ്തു. അതും വ്യക്തിപരമാണ്. ഇന്ത്യയുടെ ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റുമെന്നുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. ഭരണഘടനയിൽ പറയാത്തിടത്തോളം എന്തിനാ വിദ്യാഭ്യാസത്തെ ചോദ്യം ചെയ്യുന്നത്? ഏത് സർവകലാശാലയിൽ പഠിച്ചു, ഏത് ഡിഗ്രിയാണ് എടുത്തത് എന്നൊക്കെ ഇദ്ദേഹം ചോദിക്കുന്നത്. അത് നിങ്ങൾ വിവരാവകാശ കമ്മീഷൻ വഴി ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടും. അതിൻ്റെ തെളിവ് വേണമെങ്കിൽ അത് സഹിതം കിട്ടും. അത് ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, താൻ വലിയ വിദ്യാഭ്യാസം ഉള്ളവൻ എന്നുള്ളൊരു അഹങ്കാരമൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. അതൊന്നും ശരിയായിട്ടുള്ള രാഷ്ട്രീയമല്ല. നമ്മൾ ശരിയായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു വേണം പരസ്പരം മത്സരിക്കാൻ. സത്യൻ മൊകേരി വയനാട്ടിൽ നടത്തിയതാണ്, രാഷ്ട്രീയം പറഞ്ഞാണ്, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം തോറ്റുപോയി. തോറ്റാലും വേണ്ടുമില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടുവരാൻ പാടില്ല രാഷ്ട്രീയത്തിൽ. രാഷ്ട്രീയമായിട്ട് തന്നെ പറ്റുക, അതാണ് ശരിയായ മാതൃക. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് രാഷ്ട്രീയത്തിൽ പോകുന്നത്. മറ്റൊരു കാര്യം, ഇത് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കോടതിയെ സമീപിക്കുക. അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇങ്ങനെ പറഞ്ഞൊരു പരാതി ചിലപ്പോൾ ഹാജരാക്കി കാണുമല്ലോ. ഇതൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സോമനാഥ് മിത്രയും തമ്മിൽ അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുള്ള ഇത് ഒരു വാർത്താ സമ്മേളനത്തിനാണ് പറഞ്ഞത്, ഈ ദാമ്പത്തിക പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യം ഹാജരാക്കിയായിരിക്കുമല്ലോ ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. അല്ല, അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇതിൻ്റെ ലൈവ് ആണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. നിർമ്മല സീതാരാമൻ്റെ ചുണ്ടിൽ നിന്ന് വരുന്നുണ്ട്. വാർത്താ സമ്മേളനമാണ്. ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ക്ലിപ്പിംഗ് അല്ല, പത്ര റിപ്പോർട്ടാണെങ്കിൽ പത്രക്കാരൻ ഇത് പ്ലാന്റഡ് സ്റ്റോറിയായിട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെ പറഞ്ഞു എന്ന് വെറുതെ പത്രക്കാരൻ എഴുതി വിടാമല്ലോ. അത് AAP പറഞ്ഞിട്ട് അങ്ങനെ എഴുതിപ്പിച്ചിട്ട് അത് കേസാക്കി കൊടുക്കാൻ സാധ്യതയുണ്ട്. പ്ലാൻ ചെയ്യാൻ പറ്റും. അതെ. പിന്നെ ഇപ്പോൾ നമ്മൾ അല്ല, ദൃശ്യമുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കോടതി നടപടി? ഇപ്പോൾ എന്തായാലും നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലോ, അടുത്ത നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. ഇത് ക്ലിപ്പിംഗ് ഒന്നും ഈ സമയത്തല്ല, മാപ്പ് പറയണല്ലോ. അല്ല, അന്വേഷണ ഘട്ടത്തിലാണ് ഇതൊക്കെ വരുന്നത്. ഒരു പരാതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പരാതി കിടപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ? പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ കേസ് അവിടെ തീരും. അത്രയേ ഉള്ളൂ സംഭവം. തെളിവ് ഹാജരാക്കാം. അന്വേഷണം വേണം. അപ്പോൾ അന്വേഷണം വേണ്ടെന്ന് വയ്ക്കും. ചിലപ്പോൾ ചില ഗതിക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, തെളിവ് ഹാജരാക്കാൻ പറയും. തെളിവ് ഇല്ലെന്നുണ്ടെങ്കിൽ കേസ് ദുർബലമായി പോകും, ജയിക്കപ്പെട്ടിട്ടില്ല. ഇത് എവിടെയെങ്കിലും നമ്മൾ ഇങ്ങനൊരു വാർത്ത ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതിരിക്കുമോ? നിർമ്മല സീതാരാമൻ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ അറിയാതിരിക്കുമോ? പത്രങ്ങളിലത് കണ്ടെത്താതിരിക്കുമോ? ന്യൂസ് ഫോർ ന്യൂസ് എന്ന് പറയാൻ ആർക്കെങ്കിലും ഉണ്ടാവുമല്ലോ. വഴി നമ്മൾ അറിഞ്ഞിരിക്കും. സോമനാഥ് ഭാരതി എന്ന് പറയുന്നത് ഈ കേസിൽ കുടുങ്ങിയതിൻ്റെ പേര് വളരെ കുപ്രസിദ്ധനായിട്ടുള്ള ആളുമാണല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാർത്തകളിൽ ഒരു കാലത്ത് AAPയുടെ പ്രമുഖ മുഖമായിരുന്നു. ഈ മദ്യ കേസിൽ പെടുന്നതിന് മുമ്പ് അദ്ദേഹം പ്രമുഖനും സുമുഖനുമാണ് അദ്ദേഹം. കേസ് വന്നാൽ ഡൽഹിയിലെ മാധ്യമങ്ങളെങ്കിലും അറിഞ്ഞിരിക്കില്ല. ഇതെന്തോ പ്ലാന്റഡ് സ്റ്റോറി ആയിരിക്കാൻ സ്വാഭാവികമായിട്ട് തോന്നുന്നില്ല. അവരങ്ങനെ ഒരു സ്ത്രീയാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്നിട്ട് ഒരുപാട് ആരോപണങ്ങൾ അവരുടെ ഭർത്താവുമായിട്ട് പിണങ്ങിയാണെന്നും പറഞ്ഞ് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസമുള്ളതാണ്, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ. അതിനെക്കുറിച്ച് വല്ല ചോദ്യം വന്നപ്പോൾ ഇവർ തമ്മിലും അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് ചിലപ്പോൾ മറുപടി വന്നിരിക്കാം. ഞാൻ ഊഹിക്കുന്നത്, എനിക്കറിയില്ല. അവരുടെ തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങളില്ലേ? അതുപോലെയുള്ള ഞാനും എൻ്റെ ഭർത്താവും എന്ന് ചിലപ്പോൾ മറുപടി പറഞ്ഞിരിക്കാം. ഞാൻ ഊഹിക്കുന്നത് അതാണ്. അത് പക്ഷേ ഇവർ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാവണമെന്നില്ല. അങ്ങനെ പറയില്ല അവരെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് ഓരോരുത്തരെയും കുറിച്ച് ഓരോ വിശ്വാസങ്ങളില്ല. ആ വിശ്വാസം അനുസരിച്ച് ഇതിൻ്റെ കറക്റ്റ്നെസ് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ആരോപണം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. ഈ ജനശ്രദ്ധയ്ക്ക് വേണ്ടിയായിരിക്കുമോ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തനം ഇങ്ങനെ അനാവശ്യമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ. അത് വ്യക്തിപരമായിട്ട് തരം താഴുകയാണ്. ആ രാഷ്ട്രീയ നേതാക്കളാണ്, ദേശീയ നേതാക്കളാണെന്നുള്ളത് മറന്ന് ചെയ്യാറുണ്ട് പലരും. ആവേശത്തിൻ്റെ പേരിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്.